ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ കാഷ്വാലിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ ഗോൾഡൻ അവറിനെ പറ്റിയെല്ലാം സംസാരിച്ചു. അപ്പോൾ പലപ്പോഴും ഇത് കാണുന്ന മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെയുള്ള കാണുന്ന പ്രേക്ഷകർക്കെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, അപ്പോൾ ഈ പ്രാഥമിക ചികിത്സ എങ്ങനെയായിരിക്കും, ഈ പ്രാഥമിക ചികിത്സയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ എത്ര സമയത്തിനകം ആശുപത്രിയിൽ എത്തിച്ചാലായിരിക്കും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുന്നത്? ഇപ്പൊ ഒരു രോഗി, ഒരു ലെയ്മാൻ, സാധാരണ മനുഷ്യൻ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യത്വപരമായി ഏറ്റവും നേരത്തെ തന്നെ രോഗിയെ ഒരു ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. അതിലുള്ള നൂലാമാലകളെല്ലാം ഇപ്പോൾ ബഹുമാനോട് ഹൈക്കോടതി പ്രകാരമൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെന്ന് കൊണ്ടുവരുന്നയാളെ കൂടുതൽ ഉപദ്രവിക്കാതിരിക്കാനും ശല്യപ്പെടുത്താതിരിക്കാനുള്ള നിയമങ്ങളുണ്ട്. അവർ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. എത്രയും വേഗം ഈ രോഗിയെ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കണം. അതിനവർ നോക്കേണ്ട കാര്യങ്ങൾ, രോഗി അബോധാവസ്ഥയിലാണെങ്കിൽ ഹെഡ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യാം, കൈകാലുകൾ ഒടിഞ്ഞു, കഴുത്ത് വല്ലാത്ത രീതിയിൽ ഒടിഞ്ഞിരിക്കുന്നു, ഇതൊക്കെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയെ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ്. അപ്പൊ കയ്യോ കാലോ ഒടിഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും തീവ്രമായിരിക്കാം ഒരുപക്ഷെ അബോധാവസ്ഥ കിടക്കുന്ന രോഗിയുടെ അവസ്ഥ. അയാളുടെ ഗുരുതരമായ അവസ്ഥയിലേക്കായിരിക്കും അയാൾ വീണ്ടും പോകാൻ സാധ്യത. അപ്പൊ എത്രയും നേരത്തെ ഈ എത്തിക്കുക. ഒരു ആംബുലൻസിന്റെ സർവീസുകൾ നമുക്ക് എത്രയും, ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്, വളരെ വേഗം വിളിച്ച് എല്ലാ വണ്ടി അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ ഊർജ്ജസ്വലമായി ചെയ്യാനായിട്ട് ഒരു റോഡിൽ നിൽക്കുന്ന ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് പല ജീവനുകളും രക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.